നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളെ ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. സെലക്ടഡ് ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ കാണുക. അതുപോലെ നമ്മൾ 20 ഡേയ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണുക കേട്ടോ. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ 10th പ്രിലിംസ്, അതായത് നിങ്ങൾ മെയിൻസിന് എപ്പോ തയ്യാറായി എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്മാത്രകൾ. എന്താണ് തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ തന്മാത്രകളെ കുറിച്ചിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കുക. ആറ്റം എന്താണ്, മൂലകങ്ങൾ എന്താണ്, സംയുക്തങ്ങൾ എന്താണ് എന്ന് പഠിച്ച് എന്താണ് കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് പോകാം കേട്ടോ. തന്മാത്രകൾ എന്താ? ഒരു ശുദ്ധപദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികയാണ് എന്ത് പറയുന്നത്? തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ശുദ്ധപദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എങ്കിൽ ആറ്റം എന്നാൽ എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അതേപോലെ തന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, ആറ്റത്തെ നിർമ്മിക്കാൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഒരു മൂലകത്തിന്റെ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. ഒരു മൂലകം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജനിലുള്ള ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങൾ എടുത്തു, ഇപ്പൊ ഓക്സിജൻ എടുത്തു, അതേപോലെ തന്നെ ഹൈഡ്രജൻ കൊടുത്തു. രണ്ട് വ്യത്യസ്ത മൂലകങ്ങൾക്ക് അതിലെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒക്കെ എന്തായിരിക്കും? വ്യത്യാസം ഉള്ളവ ആയിരിക്കും. അടുത്തത് മൂലകങ്ങൾ. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ്. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. മൂലകങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? എലമെന്റ്സിനെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ചിട്ട് ഘടകങ്ങളാക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥമാണ് മൂലകങ്ങൾ. എന്നാൽ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഇവ എന്ത് ചെയ്യാൻ പറ്റും? രാസപ്രവർത്തനത്തിലൂടെ ഘടക മൂലകങ്ങളാക്കിയിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ മൂലകങ്ങൾ പഠിക്കുമ്പോഴും സംയുക്തങ്ങൾ പഠിക്കുമ്പോഴും എന്ത് ചെയ്യണം? കണക്ട് ചെയ്തിട്ട് പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ഈ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ടാണ്. എന്നാൽ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നിട്ടാണ്. ഇവിടെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ചിട്ട് ഘടകങ്ങളാക്കാൻ കഴിയില്ല. ഇവിടെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകമൂലകങ്ങളാക്കാൻ മാറ്റാൻ സാധിക്കും. ഇനി ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ എന്നിവ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് മാത്രമല്ല, ഉദാഹരണം തന്നുള്ളൂ. ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ ഒക്കെ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ജലം, കറിയുപ്പ്, പഞ്ചസാര, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മഗ്നീഷ്യം ഓക്സൈഡ്. ഇതൊക്കെ സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതൊക്കെ പുതിയ SCERT ആണ് കേട്ടോ. ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസിലിയസ് ആണ്. ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് എന്താണ്? ബെർസിലിയസ് ആണ്. ആരാണ്? ബെർസിലിയസ് ആണ്. മൂലകങ്ങൾക്ക് പേര് വന്നത് ഒരു ഉദാഹരണമായിട്ട് കൊടുത്തു. ഇപ്പൊ ക്രോമിയത്തിന് ക്രോമിയം എന്ന് പേര് വരാൻ കാരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് എതിര് വരുന്നത്. ആ മൂലകത്തിന് ക്രോമിയം എന്ന പേര് വന്നത്. ഇനി ഇറിഡിയം എന്ന മൂലകത്തിന് പേര് വരാൻ കാരണം മഴവില്ലിൻ്റെതാണ് കേട്ടോ. മഴവില്ലിനെ. നെപ്റ്റ്യൂണിയം എന്ന പേര് വരാൻ കാരണം ഗ്രഹത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇനി മെൻഡലീവിന്റെ ആവർത്തന നിയമം നമ്മൾ എപ്പോഴും എന്താണ് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം. മെൻഡലീവ്, മോസ്ലി അല്ലേ? മെൻഡലീവ് എങ്ങനെയായിരുന്നു? മെൻഡലീവിന്റെ ആവർത്തന നിയമം മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലം. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീവ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത്. മെൻഡലീവ് എങ്ങനെയാണ്? അറ്റോമിക മാസ്. എന്നാൽ മോസ്ലി എന്താ ചെയ്തത്? ഹെൻറി മോസ്ലി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഇനി ഈ 2n എന്ന് പറഞ്ഞാൽ എന്താണ്? 2n എന്ന് പറഞ്ഞാൽ രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. 2n എന്ന് പറയുമ്പോൾ നൈട്രജൻ ആണ് അല്ലെ? ഇങ്ങനെ 2n എന്ന് എഴുതിയാൽ എന്താ പറയാ? രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ N2 എന്ന് എഴുതിയാൽ ഇവിടെ N2 ഇങ്ങനെയാണ്.
N2 ഇങ്ങനെയാണ്. N2 ഇങ്ങനെ എഴുതിയാൽ എന്തായിരിക്കും? രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു നൈട്രജൻ തന്മാത്ര. രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു നൈട്രജൻ തന്മാത്ര എന്നാണ് ഇതിനെ സൂചിപ്പിക്കുക കേട്ടോ. അപ്പോൾ 2 എന്ന് എഴുതിയാലും N2 എന്ന് എഴുതിയാലും രണ്ടും വ്യത്യാസം മാറ്റം മനസ്സിലാക്കണം. 2N എന്ന് എഴുതിയാൽ രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ N2 എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു നൈട്രജൻ തന്മാത്ര. ഇനി ഏകാറ്റോമിക മൂലകങ്ങൾക്ക് ഉദാഹരണമാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, ക്രിപ്റ്റോൺ, അതുപോലെ തന്നെ സെനോൺ, അതേപോലെ തന്നെ റയോൺ. ഇതൊക്കെ എന്താണ്? ഏകാറ്റോമിക മൂലകങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് നമ്മുടെ കെമിസ്ട്രിയില് ആവർത്തന പട്ടികയിൽ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളെ പറയുന്ന പേരെന്താ? നമ്മള് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയും അല്ലേ? ആ ഉത്കൃഷ്ടവാതകങ്ങൾക്ക് ഉദാഹരണമാണ് ഏത്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റയോൺ എന്നിവർക്ക് എന്താണ്? ഏകാറ്റോമിക മൂലകം. അതായത് എന്താണ് ഏക അറ്റോമിക മൂലകം? ആ മൂലകത്തിൽ ഒരാറ്റം മാത്രം അടങ്ങിയിട്ടുള്ളതാണ്. ഒരാറ്റം മാത്രം അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഏകാറ്റോമിക മൂലകം. എന്നാൽ ദ്വയാറ്റോമികം ഒന്നിൽ കൂടുതൽ അല്ലെ രണ്ട് മൂലകങ്ങൾക്ക് അടങ്ങിയിട്ടുള്ളതാണ് ഏത്? രണ്ട് ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളാണ് ഇത്. ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ O2 എന്നല്ലേ ഇത്? ഓക്സിജൻ രണ്ട് ആറ്റങ്ങൾ അല്ലെ, ഹൈഡ്രജൻ H2 അങ്ങനെയൊക്കെ നമ്മൾ എഴുതും അല്ലേ? അതേപോലെ തന്നെ ദ്വയാറ്റോമികം രണ്ട് ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളാണ് ദ്വയാറ്റോമികം. ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ ഒക്കെ ഉദാഹരണമാണ്. ഇനി എന്താണ് ബഹു അറ്റോമികം? രണ്ടിൽ കൂടുതൽ. സൾഫർ, ഫോസ്ഫറസ് ഇതൊക്കെ എന്താണ്? ബഹു അറ്റോമിക മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി 4Cl2 എന്ന് എഴുതിയാൽ നമ്മൾ ഇനി എങ്ങനെ കണക്കാക്കണം? ഇതില് അതായത് 4Cl2 ഇതില് എത്ര ആറ്റങ്ങളുണ്ട്, എത്ര തന്മാത്രകളുണ്ട്, എങ്ങനെ കണ്ടെടുത്തും? ഇതില് ഈ 4 മോളിക്യൂൾസ്. ഓക്കെ, തന്മാത്രകൾ 4 തന്മാത്രകൾ. ഇനി ഇതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇതിനെ രണ്ടിനെ തമ്മിൽ ഗുണിക്കുക. 4 × 2 8. 8 ആറ്റങ്ങൾ. മനസ്സിലായോ? ഇനി ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 6N2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ എത്ര തന്മാത്രകൾ ഉണ്ട്? 6 തന്മാത്രകൾ. ഓക്കെ, 6 മോളിക്യൂൾസ്. ഇനി 6നെയും 2നെയും കൂടി ഗുണിച്ചേ 12. 12 ആറ്റവും. ഇനി മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന നിയമങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് മെൻഡലീവ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോളണം. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞത് മെൻഡലീവ്. അറ്റോമിക മാസ്. എന്നാൽ സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകളായിട്ട്, അതായത് ത്രികങ്ങളായിട്ട് തിരിച്ചത് ഡോബറൈൻ ആണ്. സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകളായിട്ട് ആവർത്തന പട്ടികയിൽ തിരിച്ചത് ഡൊബറൈനർ ആണ്. മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചത് ലാവോസിയ ആണ്. മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തിയത് ജോൺ ന്യൂലാൻഡ്സ് ആണ്. ഇനി എന്താണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് മാലിയബിലിറ്റി? എന്താണ് മാലിയബിലിറ്റി? ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു. ഉദാഹരണം സ്വർണമാണ്. മാലിയബിലിറ്റി കൂടിയ ലോഹം ഏതാണ്? സ്വർണമാണ്. ലോഹങ്ങളെ അടിച്ചു പരത്തിയിട്ട് കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് മാലിയബിലിറ്റി. അതായത് ഉദാഹരണം സ്വർണം, സ്വർണ്ണമാല, സ്വർണ്ണമാല എന്ന് പറഞ്ഞില്ലേ? മാലിയബിലിറ്റി. ഇനി എന്താണ് ഡക്റ്റിലിറ്റി? ലോഹങ്ങളെ ഇവിടെ അടിച്ചു പരത്തുകയാണെങ്കിൽ ഇവിടെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി കൂടിയ ലോഹം അതേതാണ്? ടങ്സ്റ്റൺ ആണ്. കാഠിന്യം കൂടിയ ലോഹത്തിന് ഉദാഹരണമാണ് ക്രോമിയം. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഒരു എല്ലിക്ക് ക്വസ്റ്റ്യൻ വന്നത് ഓർമ്മയുണ്ട്? നമ്മുടെ കൈവെള്ളിയിൽ വെച്ചാൽ പോലും ഉരുകിപ്പോകുന്ന ലോഹമാണ് ഏത്? ലിഥിയം. നമുക്ക് കയ്യിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ചൂടുണ്ടാവും അല്ലെ? ആ ചൂട് കൊണ്ട് പോലും ഏത് ഉരുകും? ലിഥിയം. അതാണ് മൃദുലോഹം എന്ന് പറയുന്നത്. അപ്പൊ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി എന്തൊക്കെയാണ് ലോഹങ്ങളുടെ പ്രത്യേകതകൾ? താപം കടത്തിവിടാനുള്ള കഴിവ്. ആ താപം കടത്തിവിടാനുള്ള കഴിവുള്ളത് കൊണ്ട് ലോഹങ്ങളെ എന്ത് പറയും? താപചാലകത കൂടുതലാണ് എന്ന് പറയും. അപ്പൊ താപചാലകത കൂടിയ ലോഹം എന്ന് പറയുന്നത് ഏതാണ്? വെള്ളിയാണ്. അത് കഴിഞ്ഞാൽ അലുമിനിയം ആണ്. അത് കഴിഞ്ഞാൽ കോപ്പർ ആണ്.
അപ്പൊ ലോഹങ്ങളുടെ പ്രത്യേകതകളില് ലോഹങ്ങളുടെ ഒന്നാമത്തെ കഴിവാണ് താപം കടത്തിവിടൽ. ലോഹങ്ങൾക്ക് എന്ത് കഴിവുണ്ട്? നല്ല രീതിയിൽ താപം കടത്തിവിടാനുള്ള കഴിവുണ്ട്. ആ താപം കടത്തിവിടാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് താപചാലകത. അപ്പൊ താപചാലകത ഏറ്റവും കൂടുതൽ, അതായത് താപം നന്നായിട്ട് കടത്തിവിടുന്ന ലോഹത്തിന് ഉദാഹരണം ഏതാണ്? വെള്ളിയാണ്. രണ്ടാം സ്ഥാനത്ത് അലുമിനിയം ആണ്. മൂന്നാം സ്ഥാനത്താണ് കോപ്പർ വരുന്നത്. അതേപോലെ തന്നെ ഉയർന്ന ദ്രവണാങ്കമുണ്ട്. ലോഹങ്ങളുടെ പ്രത്യേകതയാണ് ഉയർന്ന ദ്രവണാങ്കമുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന വൈദ്യുത ചാലകതയുണ്ട്. ഉയർന്ന വൈദ്യുത ചാലകത, അതായത് ഏറ്റവും നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുന്നതും ഏത് തന്നെയാണ്? വെള്ളി തന്നെയാണ്. അതുപോലെ തന്നെ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന സാന്ദ്രത, സൊണോറിറ്റി ട്ടോ, സൊണോറിറ്റി, ഇതൊക്കെ എന്താണ്? ലോഹങ്ങളുടെ പ്രത്യേകതകളാണ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇനി എന്താണ് അലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താണ് അലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ? അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലോഹങ്ങൾ എന്താണ് പഠിച്ചു, മൃദുലോഹം ഏതാണ്, കാഠിന്യ ലോഹം എന്താണ്, ലോഹങ്ങളുടെ പ്രത്യേക കഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഇനി അലോഹങ്ങൾ പഠിക്കുമ്പോൾ അലോഹങ്ങൾക്ക് പൊതുവെ എന്തായിരിക്കും? കാഠിന്യം കുറവായിരിക്കും. അവ സൊണോറിറ്റി പ്രകടിപ്പിക്കില്ല. താപചാലകമല്ല, താപം കടത്തിവിടില്ല. വൈദ്യുത ചാലകമല്ല, ആസിഡുമായിട്ട് പ്രവർത്തിക്കില്ല. നേരത്തെ പറയുന്നതിന്റെ ഓപ്പോസിറ്റ്. അവിടെ കാഠിന്യം കൂടുതലുള്ള ലോഹം നമ്മൾ ഏതാ പറഞ്ഞത്? ക്രോമിയം എന്നൊക്കെ പറഞ്ഞു അല്ലെ, ലോഹം എന്ന് പറഞ്ഞു. എന്നാൽ അലോഹങ്ങൾക്ക് പൊതുവെ എന്താ? കാഠിന്യം കുറവാണ്. ഇവിടെ നമ്മൾ സൊണോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇതൊക്കെ ലോഹങ്ങളുടെ പ്രത്യേകതയാണ്. സൊണോറിറ്റി എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ ഇവിടെ എന്താണ്? സൊണോറിറ്റി പ്രകടിപ്പിക്കില്ല. അതുപോലെ തന്നെ നന്നായിട്ട് താപം കടത്തിവിടുമെന്ന്. എന്നാൽ ഇവിടെ താപചാലകമല്ല, താപം കടത്തിവിടില്ല. വൈദ്യുത ചാലകമല്ല, ആസിഡുമായിട്ട് പ്രവർത്തിക്കില്ല. ഓക്കെ. അതുപോലെ തന്നെ ലോഹ ഓക്സൈഡുകൾ പൊതുവെ എന്തായിരിക്കും? ബേസിക് സ്വഭാവമായിരിക്കും. ഇനി നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. ശീതള പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ് ആണ്. അതായത് സോഡ കുപ്പി തുറക്കുമ്പോൾ എന്താണ്? നമുക്കറിയാം, അങ്ങനെ പൊങ്ങി വരും അല്ലെ, പതഞ്ഞു പൊങ്ങി വരും. അതിനുള്ളിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? ശീതള പാനീയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ശീതള പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? കാർബോണിക് ആസിഡ്. അപ്പൊ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡും, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡും, തൈരില് ലാക്റ്റിക് ആസിഡും, ശീതള പാനീയങ്ങളിലെ കാർബോണിക് ആസിഡുമാണ്. ഇനി എന്താണ് ജലം എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മൾ ജലം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജലം. എന്താണ് ജലം? ജലത്തിന് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും 3 അവസ്ഥകളിലും കാണാൻ സാധിക്കും അല്ലെ. ഖരപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐസ് കട്ടയായിട്ട്, അതൊരു ഖരമാണ് അല്ലെ. ദ്രാവകം, അത് നമുക്കറിയാം സാധാരണ ലിക്വിഡ് രൂപത്തിൽ വെള്ളത്തിൽ കാണാൻ കഴിയും. വാതകം നമുക്കറിയാം വെള്ളം ചൂടാക്കുന്ന സമയത്ത് നീരാവിയായിട്ട് പോകുന്നില്ലേ. അപ്പൊ ഖരം, ദ്രാവകം, വാതകം 3 അവസ്ഥകളിലും ജലം കാണപ്പെടും. അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ജലം ഉണ്ടാകുന്നത് അല്ലെ. അതായത് നമ്മൾ ജലത്തിന്റെ രാസസൂത്രം എന്താ? H2O എന്നാണ് അല്ലെ. പക്ഷേ ഈ H2O ചേർന്നിട്ടാണ്, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് ജലം ഉണ്ടാകുന്നത് എങ്കിലും നമ്മൾ ജലത്തിൽ നോക്കുമ്പോൾ ഹൈഡ്രജന്റെ ഓക്സിജന്റെയും സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ജലത്തിന് താപധാരിത കൂടുതലാണ്. എന്താ താപധാരിത കൂടുതലാണ് എന്ന് പറയാൻ കാരണം? നമുക്ക് ജലം തിളപ്പിക്കാൻ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് തിളക്കില്ല കേട്ടോ. അതിനൊരു സമയം വേണം. അതാണ് താപധാരിത. ജലം ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത് അതിലെ മോളിക്യൂളുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബന്ധമാണ്. ജലം എന്തുകൊണ്ടാണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത്? ഇപ്പൊ നമ്മൾ വെള്ളമായിട്ടല്ലേ കാണുന്നത്, അത് ദ്രാവകാവസ്ഥയിലല്ലേ. അത് എന്താ അങ്ങനെ കാണപ്പെടുന്നത് ജലത്തിന്? അതിലെ മോളിക്യൂളുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബന്ധമാണ്. ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ മൗണ്ട് ബാറ്റൻ ചുമതലപ്പെടുത്തിയ കമ്മീഷൻ ഏതാണ്? ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ മൗണ്ട് ബാറ്റൻ പ്രഭു ചുമതലപ്പെടുത്തിയ കമ്മീഷൻ റാഡ്ക്ലിഫ് കമ്മീഷൻ ആണ് അല്ലെ. ഇതാണ് റാഡ്ക്ലിഫ് കമ്മീഷൻ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലമന്റ് ആറ്റ്ലി ആണ് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? ക്ലമന്റ് ആറ്റ്ലി ആണ്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ആരാണ് വൈസ്രോയി? അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. ഇനി ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? അത് കപൂർ കമ്മീഷൻ ആണ്. ഏതാണ്? കപൂർ കമ്മീഷൻ ആണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും
പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ചിട്ട് ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? SCERT-യിൽ കിടക്കുന്നുണ്ട്, പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഗാന്ധിജി മരണപ്പെട്ട സമയത്ത്, വധിക്കപ്പെട്ട സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ കൂടിച്ചേരലും പല നാട്ടുരാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നത്, ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ഒക്കെ അന്ന് വിട്ടുനിന്ന നാട്ടുരാജ്യങ്ങളാണ് അല്ലെ. ആ നാട്ടുരാജ്യങ്ങളിലൊക്കെ കണക്കാക്കുന്ന സമയത്ത് ഏറ്റവും വിസ്തീർണം കൂടിയ നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് കാശ്മീരാണ്. എന്നാൽ നാട്ടുരാജ്യങ്ങളിൽ ജനസംഖ്യ കൂടിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ് കേട്ടോ. ഹൈദരാബാദ് ആണ്. നാട്ടുരാജ്യങ്ങളിൽ വിസ്തീർണം കൂടിയത് കാശ്മീർ ആണെങ്കിൽ നാട്ടുരാജ്യങ്ങളിൽ ജനസംഖ്യ കൂടിയത് ഹൈദരാബാദ് ാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യ നമ്മളിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ പറഞ്ഞു, പല നാട്ടുരാജ്യങ്ങൾക്ക് വിട്ടു നിന്നു അല്ലെ. ഇന്ത്യയിൽ ചേരണോ പാകിസ്ഥാനിൽ ചേരണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിൽ നിന്നു. പാകിസ്ഥാൻ കുറെ നാട്ടുരാജ്യങ്ങളൊക്കെ പാകിസ്ഥാനോട് കൂടി ചേർന്നു, പിന്നെ കുറെ നാട്ടുരാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയോട് കൂടി ചേർന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതില് നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ സർദാർ വല്ലഭായി പട്ടേലാണ് അല്ലേ. ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. സർദാർ വല്ലഭായി പട്ടേലിനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? പ്രീവിയസ് ചോദ്യം. മൗലിക അവകാശങ്ങളുടെ ശില്പിയാണ് അദ്ദേഹം അല്ലേ. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായി പട്ടേലാണ്. നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. എന്നാൽ അതേ ഇതില് ഉപപ്രധാനമന്ത്രി അല്ലേ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? അത് സർദാർ വല്ലഭായി പട്ടേലാണ്. ആരാണ്? ഉപപ്രധാനമന്ത്രി. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരെന്ന് ചോദിച്ചാലും സർദാർ വല്ലഭായി പട്ടേലാണ്. അതുപോലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അല്ലെ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായി പട്ടേലാണ്. ഇന്ത്യയുടെ ബിസ്മാർക്ക് ആരെ എന്ന് ചോദിച്ചാലും അതും ആര് തന്നെയാണ്? നമ്മുടെ പട്ടേൽ തന്നെയാണ്. അതേപോലെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. എന്താണ്? 1928 നമ്മുടെ ബർദോളി സത്യാഗ്രഹം ചോദിച്ച ചോദ്യമാണ്. 1928 ബർദോളി സത്യാഗ്രഹം നടക്കുന്ന സമയമുണ്ട് അല്ലെ. ആ സമയത്ത് എന്താ പറയാ, വലിയൊരു സമരം നയിച്ച നേതാവായിരുന്നു ആര്? നമ്മുടെ സർദാർ വല്ലഭായി പട്ടേല്. അതുപോലെ തന്നെ നമ്മൾ ഈ 1918 ഗേദ കർഷക സമരം നടക്കില്ലേ, ഗാന്ധിജിയൊക്കെ വന്നിട്ട് പങ്കെടുക്കുന്നത്. 1918 ഗേദ കർഷക സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സർദാർ വല്ലഭായി പട്ടേലും എന്ത് ചെയ്തിട്ടുണ്ട്? ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഈ സർദാർ എന്ന പദവി നൽകിയത് ആരാ? സർദാർ എന്ന പദവി നൽകിയത് ഗാന്ധിജിയാണ്. അദ്ദേഹത്തിന് സർദാർ എന്ന പദവി നൽകിയത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ഈ സർദാർ എന്ന് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണ് അദ്ദേഹത്തിന് സർദാർ എന്ന് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത്. ഇദ്ദേഹമാണ് 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ഈ മൗലിക അവകാശ പ്രമേയം അവതരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്. അതൊക്കെ നോക്കണം. പിന്നെ ഇപ്പൊ നമുക്കറിയാം ഈ ഒക്ടോബർ 31 എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? രാഷ്ട്രീയ ഏകതാ ദിവസാണ് അല്ലെ. രാഷ്ട്രീയ ഏകതാ ദിവസ് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? സർദാർ വല്ലഭായി പട്ടേലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒക്ടോബർ 31 എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. രാഷ്ട്രീയ ഏകതാ ദിവസ് പ്രീവിയസ് ചോദ്യമാണ്. ഈ സർദാർ വല്ലഭായി പട്ടേലിന്റെ അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് എപ്പോഴാണ്? മരണാന്തര ബഹുമതിയായിട്ട് 1991 എന്ത് ചെയ്തിട്ടായിരുന്നു? ഇദ്ദേഹത്തിന് ഭാരതരത്ന പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാ പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്? ഇദ്ദേഹത്തിന്റെ പേര് ഒരു പോലീസ് അക്കാദമി എവിടെയാ? ഹൈദരാബാദിലുണ്ട് കേട്ടോ. പോലീസ് അക്കാദമി എവിടെയുണ്ട്? ഹൈദരാബാദിലുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ ചോദിച്ചാൽ അത് അഹമ്മദാബാദിലാണ്. പോലീസ് ട്രെയിനിങ് സെന്റർ എവിടെയാണ്? ഹൈദരാബാദിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരുടെ വിമാനത്താവളം അഹമ്മദാബാദിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മ്യൂസിയം നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഇവിടെ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. സർദാർ വല്ലഭായി പട്ടേലിന്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അദ്ദേഹത്തിന്റെ പേരിലുള്ള മ്യൂസിയം കൊല്ലം ജില്ലയിലാണ്. പ്രീവിയസ് ചോദ്യമാണ്. അതേപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ, ലോകത്തിലെ
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഇത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലേ? അത് ആരുടെയാണ്? പട്ടേലിന്റെ പ്രതിമയാണ്. ഓക്കെ. ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയും അല്ലേ? ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരെയെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ VP മേനോനാണ് കേട്ടോ. VP മേനോനാണ്. VP മേനോന്റെ ഫുൾ ഫോം എന്താ? VP എന്താ? വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്കുവച്ച മലയാളിയാണ് എന്നും ചോദ്യം ചോദിക്കാറുണ്ട് VP മേനോൻ. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായ മലയാളിയാണ്. അതായത് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് ഏത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. അതിന്റെ തലവനും കൂടിയിട്ട് ആയിരുന്നു ആര്? VP മേനോൻ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ 1952 മറ്റേ ഗവർണർ ആയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ഒഡീഷയില് ഗവർണർ ആയിട്ടുണ്ട് കേട്ടോ. ഒഡീഷ ഗവർണർ ആയിട്ടുണ്ട് ആര്? ഉണ്ട് VP മേനോൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട കൃതികളുണ്ട്. 2 എണ്ണം ഉണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. പ്രീവിയസ് ചോദ്യമാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെയാണ്. അതുപോലെ തന്നെ വേറെ ആണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലേ? എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലായി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ? നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത് തന്നെ ആരാ? ഭരണഘടനാ നിർമ്മാണ സഭയാണ് അല്ലെ? ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ? 1946 ഡിസംബർ മാസമാണ് അല്ലെ? 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് അല്ലേ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം നടക്കുന്നത്. പിന്നെ അതിൽ ഡിസംബർ 6 കഴിഞ്ഞിട്ട് ഡിസംബർ 9-ാം തീയതിയാണ് സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത്. ഡിസംബർ 11-ാം തീയതിയാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രയാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രയാണ്. പിന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നു അല്ലെ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പറയുമ്പോൾ അതായത് എല്ലാ സംസ്ഥാനങ്ങളെയും എന്ത് ചെയ്യുക? ഒന്ന് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് അല്ലെ ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് അതാത് ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഓരോരോ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന വന്നു. ആ പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1953-ലാണ്. പക്ഷേ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956-ലാണ് കേട്ടോ. കമ്മീഷൻ വന്നിട്ടാണ് നിയമം വരുന്നത്. കമ്മീഷൻ നിലവിൽ വരുന്നത് 53-ലും നിയമം നിലവിൽ വരുന്നത് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത് 1956-ലുമാണ്. അതിലെ അംഗങ്ങളാണ് ഫസൽ അലിയും HN കുൻസ്രുവും സദർ KM പണിക്കരും. ഓക്കെ അല്ലോ. അതിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെയെന്ന് ചോദിച്ചാൽ അത് ഫസൽ അലിയാണ്. പിന്നെ HN കുൻസ്രു. അതിൽ മലയാളി ആരെയെന്ന് ചോദിച്ചാൽ KM പണിക്കർ കേട്ടോ. രണ്ടും നന്നായിട്ട് പഠിക്കണം. അങ്ങനെ 1956-ല് 14 സ്റ്റേറ്റ്സും 6 കേന്ദ്രഭരണ പ്രദേശത്തോടും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ന്റെ തീരുമാനപ്രകാരം അന്ന് 1956 ആകെ എത്ര സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എല്ലാം പുതിയ SSCRT അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ സിലബസിലുള്ള എന്നും ചോദിക്കാനുള്ള ഏരിയകളും സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഫൈനൽ ലാപ്പാണ്, ദിവസങ്ങളില്ല. നന്നായിട്ട് പഠിക്കുക കേട്ടോ. തരുന്ന കാര്യങ്ങൾ വ്യക്തപ്പെടുത്തി തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയാണ് കയറും കേട്ടോ. ഓക്കെ, എനിക്കിനി ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. കറണ്ട് അഫെയർ ഉടനെ വരും കേട്ടോ.